യാത്രക്കാരുടെ എണ്ണത്തിലെ നേട്ടം കൊണ്ട് പുതുവർഷത്തെ കയ്യിലെടുത്തിരിക്കുകയാണ് കൊച്ചി മെട്രോ. ഡിസംബർ 31 മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 1.3 ലക്ഷം കടന്നു. ഡിസംബറിൽ മാത്രം 32,30,527 പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് നേടിയിരിക്കുന്നത്. ഡിസംബറിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ 10.15 കോടി വരുമാനം നേടി മറ്റൊരു നേട്ടം മെട്രോ കൈവരിച്ചിട്ടുണ്ട്. മുൻവർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം 29,59,685 വരുമാനം 9,24,69,402 ആയിരുന്നു. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.5 ലക്ഷത്തിലേക്കാണ് 2025 ലക്ഷ്യമിടുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം പ്രതിദിനം 1 ലക്ഷം യാത്രക്കാരെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടുകയും ചെയ്തു. നിരക്കുകളുടെ യുക്തിസഹമായ ഏകീകരണം, വിദ്യാർത്ഥികൾക്ക് നൽകിയ നിരക്കിളവ്, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം, കൃത്യതയാർന്ന സർവീസ്, വൃത്തി, ശുചിത്വം, ജീവനക്കാരുടെ മികച്ച പെരുമാറ്റം, യാത്രക്കാരുടെ സഹകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചു. ടിക്കറ്റിംഗിനായി ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏക മെട്രോയാണിതെന്നും ഈ വർഷം ടിക്കറ്റ് സമ്പ്രദായം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിലൂടെ കൂടുതൽ യുവാക്കളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ജൂലൈ മുതൽ പ്രതിദിനം 1 ലക്ഷത്തിലേറെ യാത്രക്കാരെ നേടുന്ന മെട്രോ കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായ പ്രവർത്തന ലാഭവും ഉണ്ടാക്കിയിട്ടുണ്ട്. 2023 സാമ്പത്തിക വർഷം 5.35 കോടിയിലായിരുന്ന പ്രവർത്തന ലാഭം 2024 സാമ്പത്തിക വർഷത്തിലെത്തിയപ്പോഴേക്കും 22.94 കോടിയായിട്ടാണ് വർദ്ധിച്ചത്. കൊച്ചി വാട്ടർ മെട്രോയിൽ ഇതേവരെ 35 ലക്ഷത്തോളം പേർ യാത്ര ചെയ്തു. വാട്ടർ മെട്രോയുടെ വിജയകരമായ നടത്തിപ്പിനെ തുടർന്ന് ഇന്ത്യയിലെ 18 സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോ ആരംഭിക്കുവാനുള്ള പഠനം നടത്തുന്നതിനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ തേടിയിരുന്നു. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലൊന്നാണ് വാട്ടർ മെട്രോയിൽ.